ഉണ്ടാകൂലേ, അതിനൊക്കെ നല്ലതായിരിക്കും. അരച്ചിട്ട് കുരുമുളകും വെളുത്തുള്ളിയും ഇതും ആര്യവേപ്പിലും കൂടെ അരച്ചിട്ട് മഞ്ഞളും ഒക്കെ കൂടെ ഇട്ടിട്ട് കുടുകയായിട്ട് കൊടുക്കും. ഇതും ആര്യവേപ്പിലയും അത് ചതച്ച് വെക്കുന്നേ പല്ലുവേനക്ക് അല്ല പറഞ്ഞ കാട്ടിലുള്ള ഇതെന്താക്കണമെന്നറിയോ? ഇതിന്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ കയ്യിലാക്കിയിട്ട് നെറ്റിയിൽ തൊടുക, കുറി വരയ്ക്കുക കർക്കിടക മാസത്തിൽ. അന്നേരം നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടുന്ന സാധനമാണിത്, രോഗങ്ങൾക്ക്. അതാണ് ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് ഇത് ശംഖുപുഷ്പത്തിന്റെ മുത്തിലിത്. ഇത് പിന്നെ ഇതുണ്ടായിരുന്നു, അത് പോയി. മേൽച്ചെവിയെന്നായിരുന്നു ഇത് അരൂത ചെവി വേദനയ്ക്ക്. അത് പോയി. ഇതെന്തിനല്ലേ മഞ്ഞ പൂവിടുന്നത്? ഇത് പല്ലുവേദനേന്റെ മരുന്ന്. അല്ല സ്റ്റാറല്ല, ഇത് ഇത്രേ ഉള്ളൂ പൂവ്. ഈ പൂവ് ഇങ്ങനെ എടുത്തിട്ട് തിരുമ്മിട്ട് പല്ലുവേദനയ്ക്ക് നമ്മളെ അവിടെ വെക്കുന്ന സാധനമാണിത്. പല്ലുവേദനയ്ക്ക് ഏറ്റവും നല്ലത്. ഇങ്ങനെ പല്ലിലേക്ക് വെക്കുമ്പോൾ കല്ല് വരും. മൂത്രത്ത് കല്ലുള്ളവരൊക്കെ അത് നമ്മളെ ഇത് അശോകേട്ടന്റെ മീറ്റത്തില്ലേ? അതിന്റെ കായ് കണ്ടു വെച്ചോ, ഞാൻ കാണിച്ചു തരാം. അതിശയല്ലേ ഇത് മുടി വളരുന്ന എണ്ണ. അത് നമ്മളെ ഇവിടെ ഉണ്ടല്ലേ, നീലപ്പൂക്കള്. അതൊരു ചീരയാ. ഇല്ല, ഇത് ഉമ്മെന്ന് പറയുന്നത്. ഇതല്ല ചായമംശം കൊടുത്ത പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോ തന്നെ മരിച്ചു പോകുന്ന സാധനമാണ് ഉമ്മത്തിന്റെ. ഇത് കാട്ടുചീരകം. പെട്ടെന്ന് ഇങ്ങനെ വായുവിന്റെ വയറുവേദനയൊക്കെ ഉണ്ടാവുമ്പോ ഇത് ഉമ്മല്ല. ഇതെല്ലാം കൂടി ഇപ്പൊ പേര് തോന്നുന്നു. മസാല അല്ല, ഇത് തീർന്നു തോന്നല്ലേ? എനിക്ക് നമുക്ക് അറിയുന്നത് ഇതൊന്ന്, തുളസി ഒന്ന്, തുളസി രണ്ട്, കരിവേപ്പില്ലേ. ഇത് ഉപ്പേരി വെക്കുന്ന ചേമ്പാണ്. അറിയില്ലേ? ചെറിയില്ലാത്ത ഇലയും തണ്ടും ഉപ്പേരി വെക്കാം. ഇതറിയൂലേ? ഇവരെ നാട്ടിൽ ഇതൊന്നും എടുക്കൂല. അരുത് അറിയാം. ഇത് ആ ചേമ്പല്ല, ചേമ്പല്ല. ഇത് വെക്കുന്ന ഇലയും വെക്കാം, തണ്ടും വെക്കാം. ഓ അതെയാ? ഒന്നും ആവില്ല, ചൊറിയില്ല. ഇത് അതിനായിട്ടുള്ള ചേമ്പ, ഉപ്പേരി വെക്കാനായി. ഈ പുല്ലോ അത് വയമ്പ് പിള്ളേർക്ക് ഉണ്ടാകുന്ന വടെ അരച്ചു കൊടുക്കുന്ന സാധനം. ഇതിന് വിത്ത് ഉണ്ടാവില്ല. ഇതിന് വിത്തില്ല, ഇത് മാത്രം. ഇത് കറ്റാർ വാഴ. അത് നിറച്ചില്ലേ മേലെ? വയമ്പ് ഈ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്നും ഇത് കൊടുത്തിട്ടില്ല. വയമ്പും ഇപ്പോഴൊന്നും കൊടുക്കൂല, പണ്ടൊക്കെയാണ്. ഇപ്പൊ വയമ്പ് ശിവന് നിന്റെ മറ്റേത് ഒരു വള്ളി പോലെയല്ലേ നമുക്ക്? ഇതാണ് വയമ്പ്. അതിന്റെ കിഴങ്ങാണ് വള്ളി പോലെ. വള്ളിയല്ല, കിഴങ്ങിങ്ങനെ നൂല്. അപ്പൊ ഇതെന്നോ? വെറ്റില പോലത്തെ. അത് തിപ്പലി. തിപ്പലി അതെന്തിനാണ്? അതൊക്കെ മരുന്ന്, കഫക്കെട്ടിനൊക്കെ ഉള്ള മരുന്ന്. ഇതെല്ലാം മരുന്നുകളാണ്. ഇത് മരുന്നാ? ഇത് മരുന്നാ? അതും ഇത് അകത്തിമുരിങ്ങ എന്ന് പറയും. ഇത് നമ്മുടെ തൈറോയിഡിന് ഏറ്റവും നല്ല മരുന്ന്. ഇത് ഇല ഉപ്പേരി വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് ദിവസം കഴിക്കാം. തൈറോയിഡ് ഉള്ളവരില്ലേ, അവർക്കുടെ മരുന്നാണിത്. അറിയില്ലല്ലോ, ഇതേപോലത്തെ കുറേ ഇലയുണ്ട്. ഇതൊരു ഇതെന്തിനുള്ളേ? അത് വേദനയ്ക്കൊക്കെ ചൂട് പിടിക്കുന്നേ വാദം കൊല്ലി. നെഞ്ഞിരിച്ചിലൊക്കെ എന്താ ഉള്ളത്? നെഞ്ഞിരിച്ചിലൊക്കെ ഒന്നും കൊണ്ടുവന്നില്ല. അമ്മയ്ക്കുള്ളത് കരിഞ്ചീരകമൊക്കെ കഴിക്കുക. ശീനേട്ട ഇതും ഔഷധം അത്ര കാലുവേദനയ്ക്ക്. പിന്നെ കുഴിഞ്ഞാൻ കുത്തുന്നതിന് ഇതിന്റെ പാലൊഴിച്ചാൽ മതി. അതുപോലെ കാലുവേദനയ്ക്ക് ഇത്. പിന്നെ അരുമ്പാറ പാലുണ്ണി ഇതില്ലേ, എവിടെ ആവാണ്ട് അതിന്റെ പാലവിടെ. കൂർമുള്ളില്ലേ, കൂർമുള്ളെന്ന് പറഞ്ഞ സാധനമില്ല, അതറിയോ? അതിന്റെ കൂമ്പ് കഴിച്ചായിരുന്നു നെല്ലിച്ചിലിന്. അങ്ങനത്തെ ഒന്നുമില്ലല്ലേ? പൊട്ടിക്കുന്ന മഞ്ഞക്ക, അത് ഭയങ്കര മുള്ളാണ്. കൂർമുള്ളെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് അവിടെയല്ല, നമ്മുടെ നാട്ടിലല്ല. നിങ്ങളെവിടെയാ? കണ്ണൂര്. കണ്ണൂര് ഇതിന്റെ കളിയല്ലേ? ഇതിന്റെ കളിയാണ്. പിന്നെ കുട്ടത്ത് ഇതിന്റെ കളിയാണ്. പിന്നെ ഇതെല്ലാം കാട്ടില് ഇത് ബേലി സൈഡെല്ലാം ഉണ്ടാവും, അതും ഉണ്ടാവും. ഇതില്ല, ഇത് ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ട് നട്ടുപിടിപ്പിച്ച സാധനങ്ങൾ. പിന്നെ ഈ സാധനം ഉണ്ട്, നീലപ്പൂവിന്റെ.
പിന്നെ മിക്കവാറും ഇതും ഉണ്ട് മീറ്റത്തല. ഇത് നമ്മൾ നട്ടതെടുത്തിട്ടുണ്ട്, അത് കുറേ പൊടിച്ച് വന്നിട്ടുണ്ട്. രസമല്ലി, ആ അത് ആഫ്രിക്കമല്ലി, ഇതൊക്കെ യൂറിക് കറിയിലേക്ക് കറിക്കിടാൻ. പിന്നെ നെയ്ച്ചോറ് വെക്കാൻ, അപ്പൊ ഇത് സാമ്പാറിലൊക്കെ. ഇത് കൂവപ്പൊടി ഉണ്ടാക്കില്ലേ? ആ ഏട്ടാ നിങ്ങൾക്ക് അറിയുന്ന സാധനം കൂവപ്പൊടി ഉണ്ടാക്കുന്ന കൂവ, അതായത് ചെവിടുതാ ഇത് പുഴുങ്ങി തിന്നാനും പറ്റും. അത് ശരിയായിട്ട് ഇടയ്ക്കെടുക്കുന്നു, അതറിയാം. കണ്ണൂർ എവിടെയാ? കണ്ണൂർ കാക്കങ്ങാട് ശിവപുരം മട്ടന്നൂർ പോകുന്ന വഴി. വണ്ടിയും കൊണ്ട് വന്നു. ആ ബലിയിടാൻ രാവിലെ എത്തിയോ? ഞങ്ങൾ 9:30 എത്തി. ഇപ്പോഴാണ് മടങ്ങുന്നത്. അവിടെ ക്യൂ അല്ലേ തിരക്ക്. ഇവിടെ കൂട്ടത്താ. ഇതാണ് ചുണ്ടക്കേട്ട, ഇത് കൊത്തിച്ചാടറുന്ന്.